ഹോ, കൊച്ചു പയ്യനാണല്ലോ, തട്ടിക്കളഞ്ഞില്ല അവനെ. ഇത് കണ്ട, 18 വയസ്സുള്ള പയ്യനാ. അവിഹിതം ആരോപിച്ചിട്ടേ നാട്ടുകാർ തല്ലിക്കൊന്നു. ഓ, ഈ ആൾക്കൂട്ട കൊലപാതകം ഒന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിലും വന്നു തുടങ്ങിയ കേട്ടാ? ആൾക്കൂട്ട കൊലപാതകം വല്ലതും അറിയാനുണ്ടാ? ആൾക്കൂട്ടം എന്നത് ആത്മബോധമില്ലാത്ത ഉള്ളു പൊള്ളയായ തകരച്ചണ്ട പോലെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വെറും ഒത്തുചേരലാണ്. ഈ ആൾക്കൂട്ടവൽക്കരണം കേരളത്തിലുണ്ട്. ഈ ആൾക്കൂട്ടമാണ് മധുവിനെ തല്ലിക്കൊല്ലുന്നത്. ഈ ആൾക്കൂട്ടമാണ് അന്യ സംസ്ഥാന തൊഴിലാളിയാണെന്ന് കരുതി ആളുകളെ ആക്രമിക്കുന്നത്. ഈ ആൾക്കൂട്ടമാണ് എന്ത് തെമ്മാടിത്തവും ചെയ്യാൻ മടിയില്ലാത്ത ഭ്രാന്തൻ മതബോധത്തിന്റെ നടത്തിപ്പുകാരായത്. ഈ ആൾക്കൂട്ടമാണ് ജാതീയ അഭിമാന ചിഹ്നമായി ഏറ്റെടുത്ത് തെരുവോരങ്ങളിൽ അട്ടഹാസം മുഴക്കുന്നത്. ഈ ആൾക്കൂട്ടമാണ് നമ്മുടെ സാമൂഹികതയുടെ അടിവേരറക്കുന്നത്. അതുകൊണ്ട് ഈ ആൾക്കൂട്ടവൽക്കരണത്തിനെതിരായ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് കേരളം കൈവരിച്ച സാമൂഹികതയെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ്. ബൗദ്ധിക വിരുദ്ധതയ്ക്കെതിരെ, ആൾക്കൂട്ടവൽക്കരണത്തിനെതിരെ അടിസ്ഥാനപരമായി ഗഹനമായ ആലോചനകളെയും അതുപോലെ ആത്മബോധമുള്ള മനുഷ്യരെയും അവരുടെ സ്വാശ്രിതമായ ഇച്ഛാപൂർണമായ ജീവിതത്തെയും നാം പുനഃസ്ഥാപിക്കേണ്ടത്. നോക്കൂ, ഐക്യം എന്ന് പറയുന്നത് യാന്ത്രികവും കൃത്രിമവുമായ സാദൃശ്യങ്ങളല്ല. ഒരു സമൂഹത്തിൽ ഐക്യമുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ സമൂഹത്തിൽ വ്യത്യസ്തതകളുണ്ടെന്നും ആ വ്യത്യസ്തതകൾക്ക് അപ്പുറം ഒരുമിച്ച് നിൽക്കാൻ അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു എന്നും. അല്ലാതെ എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള എല്ലാ വ്യത്യാസങ്ങളെയും തുടച്ചു മാറ്റിക്കളഞ്ഞ് ഒരച്ചിൽ വാർത്തെടുത്ത നെട്ടും ബോൾട്ടും പോലെ ഒരേ പ്രകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ എല്ലാവരും മാറിത്തീരുന്നതിന്റെ പേരല്ല ഐക്യം.